ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബാർസ. 2021 ബാർസയുടെ ആദ്യത്തെ ഹോം മത്സരം അത്ലറ്റിക് ബിൽബാവിനെതിരെയായിരുന്നു. ഈ ഒരു ക്ലബിനെതിരെ ഈ ഒരു സീസണിൽ നമ്മൾ മൂന്നാമത്തെ തവണയാണ് ഏറ്റുമുട്ടുന്നത്. ആദ്യത്തെ മത്സരത്തിൽ നമ്മൾ 2-3 വിജയമാണ് നേടിയത്. രണ്ടാം തവണ നമ്മൾ ഏറ്റുമുട്ടിയത് സൂപ്പർ കപ്പ് ഫൈനലിലായിരുന്നു. അന്ന് നമ്മൾ 2-3 തോൽവി നേരിടേണ്ടി വന്നു. ആ ഒരു മത്സരത്തിലായിരുന്നു മെസ്സിക്ക് റെഡ് കാർഡും ലഭിച്ചത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഒരു റിവെഞ്ച് മോഡിലായിരുന്നു ബാർസയും മെസ്സിയും ഉണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിന് തൊട്ടു മുമ്പുള്ള ട്രെയിനിങ് സെഷനിൽ മെസ്സി കൂടുതലും ഫോക്കസ് ചെയ്തത് ഫ്രീ കിക്കിലായിരുന്നു. അതിന് കണക്കായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് കൂമാൻ പ്രഖ്യാപിച്ച സ്റ്റാർട്ടിംഗ് 11 ഇതായിരുന്നു. ഈ ഒരു സ്റ്റാർട്ടിംഗ് 11 ഇത്തവണയും കൂമാൻ മിങ്കേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബുസ്കറ്റ്സ് ഈ ഒരു സ്ക്വാഡ് ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല. കാരണം എൽച്ചെക്കെതിരെയുള്ള മത്സരത്തിൽ ബുസ്കറ്റ്സിന് 5ാമത്തെ യെല്ലോ കാർഡ് ലഭിച്ചു. അതിനെ തുടർന്ന് ഈ ഒരു മത്സരത്തിൽ ബുസ്കറ്റ്സിന് കളിക്കാൻ സാധിച്ചില്ല. പകരം ആ ഒരു സ്ഥാനത്തേക്ക് വന്നത് പ്യാനിച്ച് ആയിരുന്നു. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഉംടിറ്റിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആകെ ഈ ഒരു 3 മാറ്റങ്ങൾ മാത്രമാണ് കൂമാൻ ഈ ഒരു സ്റ്റാർട്ടിംഗ് 11 കൊണ്ടുവന്നിട്ടുള്ളത്. മാച്ചിലേക്ക് കടക്കുമ്പോൾ മെസ്സിയുടെ ഫ്രീ കിക്കിലൂടെ ബാർസലോണ ലീഡ് ഉയർത്തി. ഒരു കിടിലൻ ഫ്രീ കിക്ക് ഗോളായിരുന്നു ഇത്. അങ്ങനെ ആ ഒരു ഗോളോടുകൂടി മെസ്സി ബാർസ കരിയറിൽ 650ാമത്തെ ഗോൾ തികച്ചു. അത് കഴിഞ്ഞ് 49ാമത്തെ മിനിറ്റിൽ അത്ലറ്റിക് ബിൽബാവോ സമനില നേടി. ജോഡി ആൽബയുടെ ഓൺ ഗോൾ ആയിരുന്നു അത്. അത് കഴിഞ്ഞ് 74ാമത്തെ മിനിറ്റിൽ ബാർസലോണ ലീഡ് ഉയർത്തി. മിങ്കേസിയുടെ അസിസ്റ്റിൽ ഗ്രീസ്മാൻ ആണ് ആ ഒരു ഗോൾ നേടിയത്. അങ്ങനെ ഈ ഒരു മത്സരം അവസാനിച്ചപ്പോൾ ബാർസലോണ 2 അത്ലറ്റിക് ബിൽബാവോ 1. ഈ ഒരു മത്സരത്തിൽ ബാർസലോണ മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പക്ഷെ ഇപ്പോഴും ബാർസയുടെ ഭാഗത്ത് ഇൻഡിവിജ്വൽ എറേഴ്സ് വരുന്നുണ്ട്. അതെന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇനിയുള്ളതെല്ലാം ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങളാണ്. അതിൽ നമ്മൾ വിജയിച്ചേ പറ്റൂ. അതിൻ്റെ അകത്തൊരു മിസ്റ്റേക്കും നമ്മുടെ ഭാഗത്ത് വരാൻ പാടില്ല. ഈ ഒരു മത്സരത്തിന്റെ റെഫറി ആയിട്ട് വന്നത് മാറ്റേയോ ലാഹോസ് ആണ്. ഒട്ടുമിക്ക ബാർസ ഫാൻസിനും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു റെഫറി ബാർസയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാറ് എന്ന്. ഈ ഒരു മത്സരത്തിലും ലാഹോസ് അത്ലറ്റിക് ബിൽബാവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മത്സരത്തിൽ എടുത്തു വരേണ്ടത് മെസ്സിക്ക് ആദ്യം ലഭിച്ച ഫ്രീ കിക്കിനെ കുറിച്ചാണ്. ആ ഒരു ഫ്രീ കിക്ക് ലഭിക്കാനുള്ള മെയിൻ കാരണം മെസ്സി ജോഡി ആൽബക്ക് ബോൾ നൽകിയതിനു ശേഷം മെസ്സിയുടെ സ്ഥിരം ശൈലിയിലുള്ള റണ്ണ് നടത്താൻ ശ്രമിച്ചപ്പോൾ ബിൽബാവോ താരം ആ ഒരു റണ്ണ് ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല മെസ്സിനെ ഫൗളും ചെയ്തു. അങ്ങനെയാണ് ബാർസക്ക് ആദ്യത്തെ ഫ്രീ കിക്ക് ലഭിക്കുന്നത് തന്നെ. ഇതേ സെയിം സിറ്റുവേഷൻ സൂപ്പർ കപ്പ് ഫൈനലിൽ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ബിൽബാവോ താരം മെസ്സിന്റെ റണ്ണ് ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല ഫൗൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ ഒരു ഫൗളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മെസ്സി തിരിച്ചൊരു ഫൗൾ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് മെസ്സിക്ക് അന്ന് റെഡ് കാർഡ് ലഭിച്ചത്. പക്ഷേ ആ ഒരു താരം മെസ്സിനെ റണ്ണ് ബ്ലോക്ക് ചെയ്തതിന്റെ പേരിൽ ഒരു യെല്ലോ കാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് തോന്നിയൊരു കാര്യം, അങ്ങനത്തെ ഫൗൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനെല്ലാം യെല്ലോ കാർഡ് നൽകണമെന്നാണ്. കാരണം പ്ലെയറുടെ കയ്യിൽ ബോൾ ഇല്ലെങ്കിൽ കൂടി തന്നെ പ്ലെയർ ഫൗൾ ചെയ്യുന്നത് ഒരു തെറ്റായ കാര്യം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു ഫൗളിനൊന്നും റെഫറി യെല്ലോ കാർഡ് കൊടുക്കാത്തത് എന്ന് വ്യക്തമല്ല. ഇനി പറയാനുള്ളത് ബാർസയെ കുറിച്ചാണ്. ഈ അടുത്തായിട്ട് ബാർസയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലീക്ക് ആകുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ബാർസ ഫാൻസ് പറഞ്ഞൊരു കാര്യം, ഈ ഒരു റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം വന്നതിന്റെ പേരിൽ പ്ലേയേഴ്സിന് പെർഫോമൻസിൽ അത് ബാധിക്കുമോ ഇല്ലയോ എന്നായിരുന്നു. പക്ഷേ മത്സരം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി, എന്ത് റിപ്പോർട്ടായാലും ശരി അതൊന്നും നിലവിലുള്ള ബാർസ ടീമിനെ ബാധിക്കാൻ പോകുന്നില്ല. അവർ എന്തായാലും ക്വാളിറ്റി പെർഫോമൻസ് കാഴ്ചവെക്കൂ എന്ന് ഈ ഒരു മത്സരത്തോടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ അറ്റാക്കേഴ്സ് ആയിട്ടുള്ള മെസ്സി, ഗ്രീസ്മാൻ, ഡെംബെലെ ഈ 3 താരങ്ങളും മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. മെസ്സിക്ക് ഈ ഒരു മത്സരത്തിൽ കുറെ ചാൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഗോളാക്കാൻ സാധിച്ചില്ല. എന്തായാലും മെസ്സിയുടെ ഭാഗത്തുനിന്ന് മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് ഉണ്ടായത്. കാരണം ഒരു ടഫ് സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു പ്ലെയർ ആണ് മെസ്സി. എന്നിട്ടും ടോപ്പ് ക്ലാസ് പെർഫോമൻസ് കാഴ്ചവെക്കുക എന്ന് പറയുന്നത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. ഇനി പറയാനുള്ളത് ഗ്രീസ്മാനെ കുറിച്ചാണ്. ഈ ഒരു താരം അറ്റാക്കിന്റെ കാര്യത്തിലായാലും ടീം ബിൽഡപ്പിന്റെ കാര്യത്തിലായാലും മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഗ്രീസ്മാന്റെ പെർഫോമൻസ് ഇപ്പോൾ ബാർസ ലെവലിലേക്ക് വരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഡെംബെലിനെ കുറിച്ചാണ്. 1-on-1 സിറ്റുവേഷനിലെല്ലാം മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതേപോലെ തന്നെ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് എല്ലാം ഡെംബെലയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇനി മിഡ്ഫീൽഡിലേക്ക് കടക്കുമ്പോൾ പെഡ്രി ഓരോ മത്സരം കഴിയും തോറും ഇനിയസ്റ്റ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് പ്യാനിച്ചിനെ കുറിച്ചാണ്. ഈ താരത്തിന്റെ ഭാഗത്ത് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. പിന്നെ പറയാനുള്ളത് ഡിയോങ്ങിനെ കുറിച്ചാണ്. ഈ ഒരു മത്സരത്തിൽ ഡിയോങ് ബുസ്കറ്റ്സിന്റെ റോളാണ് കൈകാര്യം ചെയ്തത്. അറ്റാക്കിന്റെ കാര്യത്തിലും ഡിഫൻസിന്റെ കാര്യത്തിലും മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇനിയുള്ളത് ഡിഫൻസ് ആണ്. അതിൽ ഉംടിറ്റി മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഈ ഒരു താരം ഇപ്പോൾ 3ാമത്തെ തവണയാണ് സ്റ്റാർട്ടിംഗ് 11 വരുന്നത്. ഈ ഒരു മത്സരത്തിൽ ഉംടിറ്റി ഇനാക്കി വില്യമിനെ പോക്കറ്റിലാക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു മത്സരത്തിൽ ഇനാക്കി വില്യമിന് അത്ര വലിയൊരു അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഉംടിറ്റി ഉണ്ടായതുകൊണ്ട്. പിന്നെ പറയാനുള്ളത് അറൗഹോനെ കുറിച്ചാണ്. ഈ ഒരു താരത്തിന്റെ പെർഫോമൻസ് ഓരോ മത്സരം കഴിയുന്നതോറും മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു താരം 1-on-1 സിറ്റുവേഷനിലെല്ലാം മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ വീക്ക് പെർഫോമൻസ് കാഴ്ചവെച്ച 2 താരങ്ങൾ മിങ്കേസും ആൽബയും ആണ്. കാരണം ആൽബ അറ്റാക്കിന്റെ കാര്യത്തിൽ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഡിഫൻസിന്റെ കാര്യത്തിൽ വീക്കാണ്. അതിനുള്ളൊരു ഉദാഹരണമാണ് ആൽബയുടെ ഓൺ ഗോൾ. ഇപ്പോൾ ആൽബ ഡിഫൻസിന്റെ കാര്യത്തിൽ ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ട്. പിന്നെ പറയാനുള്ളത് മിങ്കേസിനെ കുറിച്ചാണ്. ഈ ഒരു താരത്തിന്റെ വിങ്ങിലൂടെയായിരുന്നു ബിൽബാവോയുടെ
ബാഴ്സയുടെ ഒട്ടുമിക്ക അറ്റാക്കും വന്നത്. അപ്പോൾ ഈ ഒരു താരം അറ്റാക്കിന്റെ കാര്യത്തിൽ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്, പക്ഷേ ഡിഫൻസിന്റെ കാര്യത്തിൽ വീക്കാണ്. പിന്നെ പറയാനുള്ളത് ടെർ സ്റ്റെഗനെ കുറിച്ചാണ്. ഫസ്റ്റ് ഹാഫിൽ ടെർ സ്റ്റെഗൻ അത്ര വലിയൊരു എഫേർട്ടോ കാര്യങ്ങളോ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു 75 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടെർ സ്റ്റെഗൻ വൻ ബിസി ആയി പോയി. കാരണം കൂടുതൽ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. എന്നാലും ടെർ സ്റ്റെഗൻ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നെ പറയാനുള്ളത് കുമാന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളാണ് കുമാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്യാനിച്ചിന് പകരം ഈ ഒരു മത്സരത്തിൽ സെർജി റോബർട്ടോ തന്നെ കൊണ്ടുവന്നു. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പിന്നെ പറയാനുള്ളത് ഗ്രീസ്മാന് പകരം ലാംഗ്ലേനെ കൊണ്ടുവന്നത് നല്ലൊരു മൂവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഗ്രീസ്മാൻ ഗോൾ നേടിയതിനു ശേഷം ബിൽബാവോ നല്ലോണം അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതും മിംഗേസയുടെ വിങ്ങിലൂടെയായിരുന്നു ആ ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്ട്രാ ഡിഫൻഡറിന് ആവശ്യമായിരുന്നു. കാരണം നമുക്ക് ഏകലക്ഷ്യം ലീഗയിൽ 2ാം സ്ഥാനം നേടുക എന്നാണ്. അപ്പോൾ അവസാന നിമിഷം ലാംഗ്ലേനെ കൊണ്ടുവന്നത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ രീതിയിലുള്ള ടാക്ടിക്സ് സൂപ്പർ കപ്പിൽ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും അന്നൊരു ടൈറ്റിൽ ലഭിച്ചേനെ. പിന്നെ അടുത്ത് പറയാനുള്ളത് ബ്രേത്ത്വെയ്റ്റിനെ കുറിച്ചാണ്. കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് താരത്തിന് ഭാഗത്തുണ്ടായത്. അവസാന നിമിഷം ബാർസയ്ക്ക് ഒരു ചാൻസ് കിട്ടായിരുന്നു, പക്ഷെ മെസ്സി ആ ഒരു ബോൾ ബ്രേത്ത്വെയ്റ്റിന് കൊടുക്കാൻ നിന്നിട്ടില്ല. അല്ലെങ്കിൽ ബ്രേത്ത്വെയ്റ്റ് ഈ ഒരു മത്സരത്തിൽ ഒരു ഗോൾ നേടിയിട്ടുണ്ടാവുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഓവറോൾ ടീം പെർഫോമൻസ് പൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും വീക്കാണ്. അത് ഇംപ്രൂവ് ചെയ്തേ പറ്റും. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന മത്സരം ഗ്രാനഡയ്ക്കെതിരെയാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിൽ ബാർസ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ